ശിവേട്ട ഇത്രയും സമയം? ഏറ്റുമാനൂരിൽ തിരിച്ചു വരുന്ന വഴി ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് കയറി. അവിടെ എന്നത്തിന് പോയതാ? ബാലചന്ദ്രനെ കാണാമെന്ന് വിചാരിച്ചു ചെന്നപ്പോ വീട് പൂട്ടിയിട്ടേക്കുന്നു. വീട് പൂട്ടിയേക്കുന്നോ? പിള്ളേരൊക്കെ എവിടെ പോയി? അതാ എനിക്കും അറിയാത്തെ. ബാലചന്ദ്രനെ വിളിച്ചിട്ടാണെ ഫോൺ എടുക്കുന്നില്ല. ആ ഗോവർദ്ധനെ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ജ്വല്ലറി കയറി നോക്കി ഗോവർദ്ധൻ ഉണ്ടോന്ന്. ബാലചന്ദ്രൻ വിളിച്ചുകൊണ്ട് പോയെന്ന് അറിഞ്ഞത്. ഗോവർദ്ധനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോയി? എവിടെ പോവാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. വീട്ടിലുള്ളവർ എവിടെ പോയെന്ന് ആദ്യം അന്വേഷിക്ക്. അത് കഴിഞ്ഞിട്ടല്ലേ നാട്ടിലുള്ളവരുടെ കാര്യം. നിന്റെ മക്കൾ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നു. അവരെവിടെ പോവാന്? ഇനി അഥവാ എവിടെങ്കിലും പോയാൽ തന്നെ തിരിച്ചു വരാനുള്ള സമയം കഴിഞ്ഞില്ലേ? സിനിമയ്ക്ക് മറ്റോ പോയതായിരിക്കും. നീ ഒന്ന് വിളിച്ചു നോക്ക് വൈജയ്. ഹലോ 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 അമ്മേ, നിങ്ങൾ എവിടാ പോവതേ? തിയേറ്ററിലാ. കേൾക്കാൻ വയ്യ. തിയേറ്ററിലാന്ന്. തിയേറ്ററിലോ? ആ ആ, ഇറങ്ങുമ്പോ വിളിക്കേ. സിനിമ കാണുവന്നു. ഭയങ്കര ബഹളം, ഒന്നും കേൾക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ സിനിമയ്ക്ക് പോയതായിരിക്കും. ശിവേട്ടൻ എന്നാത്തിനാ ബാലേന്ദ്രനെ കാണാൻ പോയത്? നിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? എന്റെ കാര്യത്തിൽ ഇനി എന്നെ ചെയ്യാനാ? ബാലേന്ദ്രൻ എന്നെ വേണ്ട, അത്ര തന്നെ. അതെങ്ങനെ നിന്നെ വേണ്ടാതെ വരുന്നേ? എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. അയാൾക്ക് നിന്നെ കൊണ്ട് എന്തൊക്കെയായിരുന്നു ആവശ്യങ്ങൾ? എന്റെ ചോരയും നീരും ഒക്കെ പറ്റി തൈ കഴിവയായി. ബാലേന്ദ്രൻ ഇപ്പൊ പുതിയ പെണ്ണുങ്ങളൊക്കെ കിട്ടുമല്ലോ. അതേതാ പുതിയ പെണ്ണുങ്ങള്? ഒരെണ്ണത്തിന്റെ പേര് പറ. പൈസയും സ്വർണ്ണമൊക്കെ കാണിച്ച ഏത് പെണ്ണാ വിളിക്കുന്നിടത്ത് വരാത്തത്? പൈസയും സ്വർണവും കാണിച്ചു വിളിച്ച നീ പോവോ കണ്ട ആണുങ്ങളുടെ കൂടെ? നീയും ഒരു പെണ്ണല്ലേ? അതെന്നെ ശിവേട്ട അങ്ങനെ ഒരു ചോദ്യം? ഞാൻ അങ്ങനത്തെവളാണോ? പൈസയും സ്വർണവും കാട്ടി വിളിച്ച ഏത് പെണ്ണും പോകുന്നതാണല്ലോ നിന്റെ കണ്ടുപിടുത്തം. അങ്ങനെ പോകുന്നവരുണ്ടെന്നാ പറഞ്ഞത്. ഒരെണ്ണത്തിന്റെ പേര് പറ. കണ്ട അലവലാതെ പെണ്ണുങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാനാണ് സൂക്ഷിക്കുന്നത്. എനിക്ക് അതിനൊന്നും നേരമില്ല. വെറുതെ കാടടച്ച് വെടി വെക്കല്ലേ വൈജേ. ബാലേന്ദ്രൻ ഒരു പെണ്ണുപിടിയാണെന്നാ നീ കുറച്ചു മുൻപ് പറഞ്ഞതിന്റെ അർത്ഥം. കഴിഞ്ഞ 23 വർഷത്തിനിടയ്ക്ക് അവൻ പിടിച്ച ഒരു പെണ്ണിന്റെയെങ്കിലും പേര് നീ പറ. അലീനയുടെ പേരൊഴികെ. അലീനയുടെ പേരിന് തന്നെ പ്രത്യേകത. ആ പേര് പറഞ്ഞ നിന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും ഈ നിൽക്കുന്ന നിൽപ്പില്. വേറൊരു പേര് പറ. പറയടി, ബാലേന്ദ്രൻ പിടിച്ചൊരു പെണ്ണിന്റെ പേര് പറ. നില്ലടിയോടെ, നീ എങ്ങോട്ടാ ഈ ഓടുന്നേ? ശിവേട്ടനോട് തർക്കിക്കാൻ ഞാനില്ല. ന്യായം പറയുമ്പോ നീ മുടന്ന ന്യായം പറഞ്ഞ് എന്തിനാ തിരിഞ്ഞു ഓടുന്നേന്നാ ഞാൻ ചോദിച്ചേ. ശിവേട്ടന് ഒരു ന്യായവും പറഞ്ഞില്ല. ഒരു പെണ്ണിന്റെ വിഷമം പറയുമ്പോ നിങ്ങൾ ആണുങ്ങളെല്ലാം ഒരേപോലെയാ. ഒന്നും മനസ്സിലാക്കാൻ തയ്യാറല്ല. ഇവിടെ ഞാൻ എന്നതാ മനസ്സിലാക്കണ്ടേ? നിന്റെ ചോരയും നീരും പറ്റിയെന്ന് നീ പറയുന്നു. പറ്റിയോ? പറ്റിയെങ്കിൽ നിന്റെ കുഴപ്പമല്ലേ അത്. ബാലേന്ദ്രനെ പഴിക്കുന്ന എന്തിനാ? ബാലേന്ദ്രൻ എന്നെ വേണ്ടാത്ത എന്തുകൊണ്ടാ? അതാരെങ്കിലും തിരക്കോ? നിന്നെ ആൾക്ക് വേണ്ടെങ്കിൽ അത് നിന്റെ കൊള്ളരുതായ്ക കൊണ്ടാ. നിന്നെ എന്തിനു കൊള്ളാം? നീ തന്നെ പറ. നിന്നെ കൊണ്ട് അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് നീ തന്നെ ചിന്തിച്ചു നോക്ക്. 23 വർഷം കൂടെ ജീവിച്ച ഒരാൾ ഒഴിഞ്ഞു പോകുമ്പോ ബാലചന്ദ്രൻ അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലേ അത് നിന്റെ കുഴപ്പമാണ്, അയാളുടെ അല്ല. സ്നേഹമില്ല ശിവേട്ട, അതുകൊണ്ടാ ഫീൽ ചെയ്യാത്തെ. സ്നേഹിക്കാൻ നീ അയാൾക്ക് എന്നാ കൊടുത്തു? സ്നേഹം കൊടുത്തോ? ഇല്ല. ഇല്ലേ? ഇല്ലെന്ന് എനിക്കറിയാം. നീ 23 കൊല്ലം അയാളുടെ സ്വൈര്യം കെടുത്തി, മനസമാധാനം നശിപ്പിച്ചു. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അയാൾക്കൊരു ശീലമായി, എന്നെ പോലെ. അതെന്നാ വർത്താനോ ശിവേട്ട പറഞ്ഞേ? ശിവേട്ടനെ പോലെയോ? എന്നുവെച്ചാ വൈജയെ പോലെ തന്നെ ഞാനും ശിവേട്ടന്റെ സ്വൈര്യം കെടുത്തുകയും സമാധാനം നശിപ്പിക്കുകയും ചെയ്തു എന്നാണോ? ബാലേന്ദ്രന്റെ അത്രയും വരത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഞാൻ ദുബായിലല്ലായിരുന്നു. അതുകൊണ്ട് ബാലേന്ദ്രന്റെ അത്രയും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. ഇവളങ്ങനെയാണോ? ഇവൾ അയാളെ ഭരിക്കാൻ ചൊല്ലും, എല്ലാ കാര്യത്തിലും തലയിടും. മകനെ മെഡിസിന് വിടാന്ന് അയാൾ പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു വേണ്ട, എഞ്ചിനീയറിംഗ് മതിയെന്ന്. ബബിതയെ ബിടെക്കിന് ചേർക്കാന്ന് ബാലേന്ദ്രൻ പറഞ്ഞപ്പോ
ഇവള് പറഞ്ഞു വേണ്ട BA മതിയെന്ന്. ഇവള് ജോലി ചെയ്ത 10 രൂപ അയാൾക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഇവള് ചെലവാക്കിയിട്ടുണ്ടോ? ഞാൻ അതൊന്നും തിന്നും കുടിച്ചും നശിപ്പിച്ചിട്ടില്ല ശിവേട്ട. എല്ലാം സേവ് ചെയ്യുക. അതെന്റെ മക്കൾക്ക് വേണ്ടിയാ. അവര് പഠിച്ച് ജോലി കിട്ടി കഴിയുമ്പോ നിന്റെ പൈസ വേണ്ടെങ്കിലോ? എടി വൈജേ, കാശെന്ന് പറയുന്ന ഒരു സംഗതി വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാനുള്ളതാ. തണുത്ത് വിറയ്ക്കുമ്പോ കൊടുക്കാത്ത പുതപ്പ് ചൂടുകാലത്ത് കൊടുത്തിട്ട് എന്നാ ഗുണം? എന്റെ വൈജെ, നിനക്കാരോടും ഒരു സ്നേഹവുമില്ല. ബാലേന്ദ്രനോടുമില്ല, നിന്റെ മക്കളോടുമില്ല, കൂടപ്പിറപ്പുകളോടുമില്ല, പെറ്റ തള്ളയോട് പോലുമില്ല. നിനക്കാകെ പല സ്നേഹമുള്ളത് നിന്നോട് മാത്ര. ശിവേട്ടന് ഇത് തന്നെ പറയണം. ഞാനത് കേൾക്കുകയും വേണം. അതാണ് എന്റെ തലയിലെടുത്ത്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് എത്ര ദിവസമായി? നിന്നെ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നിന്റെ മക്കള് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആനന്ദിക്കുന്നു. നീ നിന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല ഇറങ്ങി പോകുന്നത്, നിന്റെ മക്കളുടെ മനസ്സിൽ നിന്നും കൂടിയാ. അതാദ്യം നീ മനസ്സിലാക്ക. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ടെന്നേ. കൂടുതൽ എന്നാ പറയുന്നേ? കഴിഞ്ഞില്ലേ കാര്യം? കിടന്നാണോ? ഇല്ലെന്ന് തോന്നുന്നു. അവിടുന്ന് രേവതിക്കുട്ടിയുടെ ശബ്ദം കേൾക്കാൻ സംസാരിക്കുന്നതിന്റെ. ബബിതേശിക്ക് എന്തു വന്നു ഇവിടെ വന്നിട്ട്? നല്ല വീട്, നല്ല ആൾക്കാര്, രേവതി അടിപൊളി. അങ്കിളും ആന്റിയും എങ്ങനെ രേവതിക്കുട്ടി ചേച്ചി നോക്കുന്നേന്ന് കണ്ടോ? ഇവിടെയും ജോലിക്കാരായിട്ട് അവരെ നോക്കാൻ വേണ്ടി വന്നല്ലേ? അത് ശരിയാ. അവരുടെ വീട്ടിലൊരാളെ പോലെ തന്നെയാ നോക്കുന്നേ. ആന്നേ, പഠിക്കാനൊക്കെ ചേർത്തുന്നേ. നമ്മുടെ വീട്ടിലല്ല ആയിരുന്നെങ്കിലോ? അവിടെ ആയിരുന്നെങ്കിൽ എന്നാ പ്രശ്നം? നന്നായിരിക്കും. എന്നെ പഠിപ്പിക്കാൻ നോക്കിയന് അമ്മ എന്നതൊക്കെ അലീന ചേച്ചി പറഞ്ഞേ. അപ്പഴാ പഠിക്കണോന്ന് പറഞ്ഞോണ്ട് അവിടെ അമ്മ ഓടിക്കത്തില്ലേ? അമ്മ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടെന്നേ. ഉണ്ടുണ്ട്, അമ്മയോട് മാത്രം. അങ്ങനെയൊന്നല്ലെന്നേ. അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനും പെരുമാറുന്നതിനും അതിനെന്തോ ഒരു കാരണമുണ്ടെന്നേ. നമുക്കറിയാൻ മേലാത്തോണ്ടല്ലേ? എന്നതായാലും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇങ്ങനെയാ. ചിലപ്പോ ചേച്ചി ഉണ്ടായി കഴിഞ്ഞായിരിക്കും ഇങ്ങനെ ആയതല്ലേ? അതെ അതെ, ഇനി എന്റെ തലയിലോട്ട് വെച്ചോ. ഹാ, നിങ്ങള് നന്നായ പോലെ അമ്മ നന്നാവായിരിക്കും. ഡി, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലേ? ഒന്നും വേണ്ടായേ, ഞാൻ കിടക്കുവാണേ. നമ്മളിങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് എത്ര നാളായി അല്ലേ ബബിതേച്ചി? ലാസ്റ്റ് ഞാൻ 5ലോ 6ലോ ആയിരുന്നപ്പോഴെങ്ങാണ്ടെന്ന് എന്റെ ഓർമ്മ. ഞാൻ 10th കഴിഞ്ഞപ്പോ അമ്മ എനിക്ക് വേറെ റൂം വന്നു. അല്ല, നമ്മൾ ഇന്ന് ഉച്ചക്ക് ഒരുമിച്ചല്ലേ കിടന്നേ? അതല്ലെന്നേ, രാത്രിയില് പണ്ട് സ്ഥിരം അങ്ങനെ അല്ലായിരുന്നോ? നൊസ്റ്റാൾജിയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഉറങ്ങുന്നുണ്ടോ നീ? ഇതിനോട് സ്നേഹം കാണിക്കുന്നേക്കാണ് നല്ലത് വല്ല കാണ്ടാമൃഗത്തിനോട് സ്നേഹം കാണിക്കുന്ന. അത് ഇത്രയും മോശം സ്വഭാവം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാതല്ല മുടിയും തന്നെ ഒന്ന് തല കയറിയത്. മിണ്ടാതെ മര്യാദ കിടന്നോ? ഓ ആയിക്കോട്ടെ. ആ മുടിയനായിരിക്കും. പോയി കിടന്ന് ഉറങ്ങാൻ പറ. പോടി അവിടുന്ന്. അയ്യോടി, അമ്മയാണല്ലോ വിളിക്കുന്നേ. അമ്മ എന്നെ ഈ സമയത്തൊരു വിളി? പതിവില്ലാത്തൊരു കോളാണല്ലോ. തിരിച്ചു വിളിക്കണോ? വിളിച്ചു നോക്ക്. കമലാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയാനാണെങ്കിലോ?
ഹലോ അമ്മേ. നിങ്ങൾ എവിടെയാ? ഫോൺ എടുക്കുമ്പോ തന്നെ ക്വസ്റ്റ്യനിങ് ആണല്ലോ. ഞങ്ങൾക്ക് സുഖാണോ, എന്നാ വിശേഷം എന്നൊക്കെ ചോദിക്കാമേലേ. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. പറ, നിങ്ങൾ എവിടെയാ? ഞാനും കൃഷ്ണ രോഹിയേട്ടൻ്റെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞ എവിടെയാ? വീട്ടിലാണോ? ഞങ്ങളിവിടെ എറണാകുളത്താ അമ്മ. എറണാകുളത്തോ? അവിടെ എന്താ? അവിടെ എവിടെയാ നിങ്ങള്? ഇവിടെ പാലാരിവട്ടത്ത് അലീന ചേച്ചിയുടെ അനിയത്തിയില്ലേ രേവതി, അവരുടെ വീട്ടിലാ. അവൾക്ക് എവിടെ അനിയത്തി? അവളെ പോലെ തന്നെ ആരോ കൊണ്ടുപോയി അനാഥാലയത്തിലിട്ട വേറെ ഒരെണ്ണം. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ആരുടെ വീടാ അത്? ഇവിടെ ആ ചേച്ചി നിൽക്കുന്ന വീട്. അന്നൊരു ദിവസം ഒരു മാമച്ചൻ എന്ന് പറഞ്ഞ അങ്കിളും ഗ്രേസമ്മ എന്ന് പറഞ്ഞ ആന്റിയും നമ്മുടെ വീട്ടിലോട്ട് വന്നില്ലായിരുന്നോ? വലിഞ്ഞേറി വരുന്നതിനൊന്നും എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എന്തിനാ അവരുടെ വീട്ടിൽ പോയത്? അച്ഛൻ എവിടെ ഒരു ദൂരയാത്ര പോയേക്കാ ഗോവർദ്ധൻ അങ്കിളുടെ കൂടെ. അപ്പ അലീന ചേച്ചി അച്ഛനോട് ഇങ്ങോട്ട് ഞങ്ങളെ കൊണ്ട് പോന്നോട്ടേന്ന് ചോദിച്ചു. അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ സമ്മതിച്ച പാടെ മക്കളെല്ലാം കൂടെ പെട്ടിയും കിടക്കയും എടുത്ത് ആ നശിച്ചവളുടെ പുറകെ വലിഞ്ഞേറി അങ്ങ് പോയി. അച്ഛൻ സമ്മതിച്ചല്ലോ, പിന്നെന്താ പ്രശ്നം? അച്ഛൻ മാത്രമേ ഉള്ളോടി നിങ്ങക്ക്. അമ്മയെന്ന് പറയുന്ന ഒരു മനുഷ്യജീവി ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള മര്യാദ ഉണ്ടായിരുന്നോ മൂന്നെണ്ണത്തിനും? അതിന് അമ്മ ഇവിടെ ഉണ്ടോ? അമ്മ അമ്മയുടെ വീട്ടിലല്ലേ. വീട്ടിലെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് അച്ഛനായതുകൊണ്ട് ഞങ്ങൾ അച്ഛന്റെ പെർമിഷൻ എടുത്തു. നീ പറയുന്ന നിന്റെ അച്ഛന്റെ സ്വഭാവമഹിമ ഉണ്ടല്ലേടി ഞാൻ ആ വീട്ടിലില്ലാത്തത്. എന്നിട്ട് ന്യായം പറയുന്നു. അയാള് കാണിച്ചൊക്കെ ഇപ്പൊ കൊള്ളാം. നിന്റെയൊക്കെ തോന്നിവാസം സമ്മതിച്ചിരുന്നോണ്ട് അയാള് നിങ്ങക്ക് നല്ലവൻ. കണ്ടവളുമാരിലൊക്കെ ഉണ്ടായതിന് തോളി വെച്ചോണ്ട് നടക്കുന്ന നിന്റെ അച്ഛനേക്കാൾ മോശമാണ് നിങ്ങക്ക് നിങ്ങളുടെ അമ്മ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു പറഞ്ഞു മടുക്കുന്നില്ലേ? ആരിലുണ്ടായതാണെങ്കിലും കുടുംബ മഹിമയെ പറഞ്ഞ് ജയിലിൽ കിടക്കുന്നവനേക്കാളും നല്ലതാ അലീന ചേച്ചി. നിനക്കൊക്കെ അങ്ങനെ തോന്നത്തുള്ളൂ. അവസാനം അവള് നിന്നെയൊക്കെ പറ്റിച്ച് പാളയെ കിടത്തി കൈകാലിട്ട് അടിക്കുമ്പോ അമ്മ പറയുന്ന ഓർത്താ മതി. ഓർത്തോളാം. അന്നേരത്തെ കാര്യമല്ലേ, ആ സമയത്ത് ആരാ കരയുന്നേന്ന് നമുക്ക് നോക്കാം. പറയടി, നീയൊക്കെ തന്നെ ഇത് സ്വന്തം തലയോട് പറയണം. നാണമില്ലാത്തവളുടെ കണ്ടെടുത്ത് അലഞ്ഞേറി കിടന്നിട്ട് പറയുന്ന വർത്താനം. നാണം എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടെ പോയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണല്ലോ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. നിന്നെയൊക്കെ നാട് കണ്ടാൻ വിട്ടിട്ടേ നിന്റെ അച്ഛൻ എവിടെ പോയതാ? വേറെ വല്ലോടത്തും ഇനി ഉണ്ടോന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് എങ്ങനെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മ. അതിന് ഇതുപോലത്തെ ഭർത്താവും മക്കളും ഉണ്ടായാ മതി. ആയിക്കോട്ടെ, ഞങ്ങള് കാരണം അമ്മ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നല്ലേ? എന്നോട് യുദ്ധത്തിന് നിന്നിട്ട് കാര്യമില്ല. നിനക്ക് തലച്ചോറുണ്ടല്ലോ, അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ ശരിയെന്ന്. അമ്മയ്ക്കും ഉണ്ടല്ലോ തലച്ചോറ്, ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോ ഞങ്ങളെക്കാളും മുമ്പ് അമ്മയ്ക്കെല്ലാം മനസ്സിലായെങ്കിലോ? നീ എന്നോട് സംസാരിക്കാൻ വരില്ല കൃഷ്ണൻ. നീ ഒറ്റ ഒരുത്തി അവക്ക് കൂട്ടുപിടിച്ച് ഈ കുടുംബം ഇങ്ങനെ ആവാൻ സഹായിച്ചത്. ഞാൻ ഒന്നും പറയുന്നില്ല. നാളെ തിരിച്ചു വരുമോ നിങ്ങള്? അതോ ഒരു നാണമില്ലാതെ അവിടെ അട്ടിപ്പേറി കിടക്കുവാണോ? നാളെ ആയിരിക്കില്ല, അറിയത്തില്ല. അലീന ചേച്ചി തീരുമാനിക്കുന്ന പോലെയാ. എന്താ അവൾ ഉണ്ടെങ്കിലേ നിങ്ങക്ക് വരാൻ പറ്റത്തുള്ളൂ. അവൾ എവിടെങ്കിലും ഇത്തിക്കണ്ണി പോലെ പിടിച്ചു പറ്റി അവിടുത്തെ ചോര ഊറ്റി കുടിക്കുന്നവളാ. അതുകൊണ്ടാ കൂടെ ഉള്ളവളും അതുകൊണ്ടാണല്ലോ ഒരു പരിചയം ഇല്ലാത്തതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്. അമ്മയുടെ ചോദ്യം ചെയ്യൽ എന്തായാലും കഴിഞ്ഞല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. ഫോൺ വെച്ചോട്ടെ? ഓ വെച്ചോ വെച്ചോ. എന്നിട്ട് അച്ഛനും മക്കളും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ. നിനക്കൊക്കെ നാണമില്ലെങ്കിലേ എനിക്കാ പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ അമ്മേ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ബാക്കിയുള്ളതിനും കൂടെ നാണം കെടുത്താ ഉണ്ടായതെങ്കിൽ. സാരില്ല, പോട്ടെ പോട്ടെ. ചേച്ചി ഉണ്ടായതിനു ശേഷം
അമ്മയ്ക്ക് മാറ്റം എനിക്ക് ഉറപ്പായി. നമുക്കുറങ്ങാം. ലൈറ്റ്സ് ഓഫ്. കിടക്ക്. നിങ്ങളിനി കിടക്കാൻ പോവല്ലേ? കിടക്കാനോ? ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടെന്ന് അറിയോ? നാളെ എന്തൊക്കെയാ, എങ്ങനെയാ, എവിടെയൊക്കെയാ, എപ്പോഴാ, ഇതെല്ലാം ഇന്ന് ചർച്ച ചെയ്തൊരു തീരുമാനത്തിൽ എത്തിക്കണം. ലൈറ്റ് ഓഫ് ചെയ്തേക്കണേ. ഓ, ഇതെല്ലാം ഞാൻ തന്നെയല്ലേ കുറെ കാലായിട്ട് ചെയ്യുന്നേ. അയ്യോ അതെ. അല്ല, അവരെ കൊണ്ടുവന്നത് പ്രശ്നമാകും അലീന. ഏയ്, അച്ഛന്റെ അനുവാദം ഉണ്ടല്ലോ. അമ്മ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമാവാൻ സാധ്യതയില്ല. എന്തായാലും അവര് ഹാപ്പി അല്ലേ പിള്ളേര്? അവര് ഹാപ്പിയാ, ഞാനല്ലേ ഇവിടെ ഉള്ളേ. ഹാപ്പി ആവാതിരിക്കോ? അത് ശരിയാ. ഇവളുടെ വാ തുറക്കുമ്പോഴേ ചെകുത്താൻ കുർബാന കേൾക്കുന്ന പോലെയാ. ചെകുത്താൻ കുറച്ച് കുർബാന കേക്കട്ടെ, നന്നാവനുണ്ട് ഇച്ചിരൂടെ. അവളുടെ നാക്ക് നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു? അയ്യോ, ഞങ്ങൾക്കിത് ശീലമായല്ലോ ഇപ്പൊ. ഇതിപ്പോ കേട്ടില്ലെങ്കിലാ ബുദ്ധിമുട്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കുന്ന ഇപ്പൊ ആരാണെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ. നീ എന്തായാലും രേവതി രോഹിത്തിനെ കളിയാക്കുന്നത് ഒരു പൊടിക്ക് കുറയ്ക്കാൻ കേട്ടോ. ഞാനോ കളിയാക്കിയെന്നോ? ചേടാ, ഇതാര് പറഞ്ഞു? ഒന്നോ രണ്ടോ തമാശ പറഞ്ഞു കാണും, അതാണോ? നിന്റെ ആ വീരൻ എന്നുള്ള വിളി അങ്ങ് നിർത്തിയേക്ക്. ഇല്ലെങ്കിൽ നിന്നെ കളിയാക്കാനുള്ള പേര് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. കണ്ടോ കണ്ടോ, പൊന്നാങ്ങളെ പറഞ്ഞപ്പോ ചിലർക്ക് കൊണ്ടല്ലോ. ഇവക്ക് കളിയാക്കി പേരുണ്ടോ? അല്ലീന ചേച്ചി, നമ്മുടെ ഗ്രേസ് മാൻഡി അല്ലേ? എന്നാ പറഞ്ഞു കൊടുക്കും. സ്നേഹനികേതനത്തിലായിരുന്നപ്പോഴേ, നമ്മളെ കൊച്ചായിരുന്നപ്പോഴാ, ഞങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയാ മതി, കിച്ചണിൽ നിന്ന് അരിവാളും എടുത്തോണ്ട് പുറയിലത്തെ ഭാഗത്ത് ഒരു നാട്ടുമാവുണ്ട്, അതിന്റെ ചോട്ടി പോയി നിന്നിട്ട് അരിവാളിന്റെ ചുണ്ടുകൊണ്ട് അതിൽ കൊത്തിക്കൊണ്ടിരിക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നെന്ന് ഇവൾക്കും അറിഞ്ഞൂടാ, ഞങ്ങൾക്കും അറിഞ്ഞൂടാ. ആ സമയത്ത് ഇവളുടെ കയ്യിൽ നിന്ന് അരിവാള് പിടിച്ചോണ്ട് പോയാ നിലത്തോട്ട് വീണ് കിടന്ന് ചാവാൻ പോണ പോലെ അല്ലറി കരഞ്ഞോണ്ടിരിക്കും. പിറ്റേ ദിവസവും ആരും കാണാതെ അരിവാൾ എടുത്തോണ്ട് പോയി മരത്തെ കൊത്തുന്ന കാണാം. ഒടുക്കം ഞങ്ങൾ ഇവൾക്കൊരു പേരിട്ടു, മരം കൊത്തി. മരം കൊത്തി, അത് കൊള്ളാലോ. ഇതാരെങ്കിലും കേക്കാൻ വിളിച്ചാലുണ്ടല്ലോ, അറിയാലോ എന്നെ. അയ്യോ ഇല്ല, ഞാനങ്ങനെ വിളിക്കോ മരം കൊത്തി? ഇനി കുറച്ചു നേരത്തേക്ക് അലിയാണ് ചേച്ചി കിട്ടത്തില്ല. ആന്റി പോയി കിടന്നോ. ഏയ്, അങ്ങനെയൊന്നും ഇല്ല ആന്റി, നിങ്ങൾ എവിടെ നിന്നോ? ആന്റി വന്ന് ഗുളി കഴിക്കാനുണ്ട്. പോയി പോയി ഓ നടക്കും. ഹലോ മനുവേട്ട. ഹലോ അലീന, നിങ്ങൾ എറണാകുളത്താണോ? അതെയല്ലോ. മനുവേട്ടൻ എങ്ങനെ അറിഞ്ഞു? അച്ഛൻ കടപ്പാട്ടൂര് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോ ആരും